അപ്പോൾ ഇന്നത്തെ വാടകയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ റംബൂട്ടാനാണ് ഞാൻ തിന്നണത്. ഒരു വാട്ട 18 ഡേ മാത്രമല്ല കേട്ടോ, സൺഡേയിലെ ഫുൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടോട് കണക്കാട്ടോ. അപ്പോൾ റംബൂട്ടാനൊക്കെ തിന്നോണ്ട് നേരെ പോയി ഇടിയപ്പാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം മുട്ടക്കറി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അവിടെ കുറച്ച് 2-3 ചിക്കൻ പീസ് വറുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് ചൂടാക്കി നല്ല മുരിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കപ്പിലാണ് കുടിച്ച്, കുറേ ഉണ്ടെന്ന് വിചാരിക്കില്ലേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കുളിച്ച് ഫുഡ് കഴിച്ച്. അപ്പോൾ പിന്നെ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ. അങ്ങനെ കർട്ടനൊക്കെ ഇട്ട് ഇരുട്ടാക്കിയിട്ട് പോയി കിടന്നിട്ടുണ്ടായിരുന്നു. നല്ല സുഖത്തിൽ ഉറങ്ങി വന്നപ്പോഴത്തേക്കും 12:30 ആയപ്പോഴത്തേക്കും അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ചിക്കൻ കറി ഉണ്ടാക്കണം മോളെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാക്കും ഞാൻ എടുത്ത് തിന്നുണ്ടായിരുന്നു. ക്യാഷും ഉണ്ടായിരുന്നു, പിന്നെ ബിസ്ക്കറ്റും തിന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറഞ്ഞു കുറച്ച് ചുമന്നുള്ളി നമുക്ക് ഇടാന്ന് പറഞ്ഞിട്ട് ചുമന്നുള്ളി ചതച്ചിടാൻ പറഞ്ഞിട്ട് മിക്സിയിൽ അടയ്ക്കാൻ തന്നിട്ടുണ്ട്. ഞാൻ അതാണ് അരച്ച് പേസ്റ്റാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അമ്മ കാണാതെ വെളിച്ചെണ്ണിട്ട് മൂപ്പിച്ച് ചിക്കനിലിട്ട് ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മാംഗോ ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ അടുക്കളയിൽ പണിയെടുക്കൊണ്ടിരിക്കണേ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കണം കേട്ടോ. എനിക്ക് നല്ല വിശപ്പ് വരും ഇങ്ങനെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ. മാംഗോ തീറ്റയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു കുറച്ച് കർക്കിട കഞ്ഞി ഉണ്ടാക്കിയിട്ട് അത് തിന്നോളാൻ പറഞ്ഞു. ആശാളി ഉലുവയും തേങ്ങാപ്പാലിലൊക്കെ ഇട്ട് ഇങ്ങനെ കഞ്ഞി വെക്കില്ലേ, അത് അങ്ങനെ തിന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അത് കുറച്ചെടുത്ത് അവിടെ തിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു 2:30-3 മണിയായപ്പോൾ ചോറിനാണ് വിചാരിച്ചത്. അപ്പോഴാണെങ്കിലോ എനിക്ക് പൊതിച്ചോറ് തന്നെ തിന്നാൻ തോന്നി. എന്നാൽ പിന്നെ ഒരു ഇലയൊക്കെ വെട്ടി വാട്ടി കുറച്ച് വെളിച്ചെണ്ണ ഉപ്പൊക്കെ തടവി കൊടുത്തിട്ട് ഞാൻ 2 പിടി ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് ചിക്കൻ കറി അങ്ങോട്ട് ഇട്ടു. ചിക്കൻ കറി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചു പൊതിച്ചോറാണെങ്കിൽ മുട്ട പൊരിച്ചത് വേണം, അച്ചാർ വേണം, ചമ്മന്തി വേണം, ഇതൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തെ. പിന്നെ കുറച്ച് നേരം ആലോചിച്ച് നിന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കി ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേന്ന്. അപ്പോൾ ആ സത്യം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അതങ്ങോട്ട് ടൈറ്റായിട്ട് പൊതിഞ്ഞ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പേപ്പറിലൂടെ ഞാൻ ഇങ്ങനെ ചുറ്റി പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ടൈറ്റായിട്ട് ഇരുന്നിട്ട് ആ ഇലയുടെ ടേസ്റ്റ് ആ ചോറിലായിട്ട് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് ഞാൻ ഫ്രണ്ട് ഹോസ്റ്റോ ഇരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം സിനിമ കണ്ടു കേട്ടോ. അമർ അക്ബർ അന്തോണി കണ്ടു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവി ആട്ടോ. എപ്പോൾ കണ്ടാലും എനിക്ക് ചിരി വരും. അങ്ങനെ ഒരു 1/4 മണിക്കൂറിന് ശേഷം ഞാൻ ഇല നിവർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇല വാടിയതിൻ്റെ ആ മണമല്ലേ, ആ മണം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചിക്കൻ നന്നായിട്ട് ചൂടോടെ ഇട്ടാറുകൊണ്ട് അതങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മോരുകറി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവിടെ കൂട്ടി കുഴച്ച് ഞാൻ ഫുൾ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സന്ധ്യ കഴിഞ്ഞപ്പോൾ വിളക്ക് കൊടുത്ത് സന്ധ്യാമൊക്കെ ചൊല്ലി പിന്നെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6:30-7 മണി ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ത്രിലോകിൻ്റെ പുറകെ കിടന്ന് കാശ് കൊടുത്താറുണ്ട്. ത്രിലോക് ആകാശം എനിക്ക് തന്നു കേട്ടോ. എൻ്റെ കുട്ടിക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെല്ലാവരും സെയിം ഡ്രസ്സിൽ തന്നെ തിരിച്ചു വന്നു കേട്ടോ. കാരണം നമ്മൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല പെരുമഴ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചോറൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ത്രിലോകിന് ഇച്ചിരി ബിരിയാണി ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അതാണ് ത്രിലോക് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന്. ഞാനാണ് ഈ സാധാ ചോറ് ഇലയിൽ തന്നെ വാട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഇത്രയൊക്കെയാണ് തിന്നോളൂ. ഇത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നോളൂ. അപ്പോൾ ബൈ ഗൈസ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.